ഇതിൻ്റെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ണദാസനും MS വിശ്വനാഥനും. ശില്പശാലയിൽ അവതാരകരായി എത്തുന്നത് ശ്രീദേവിയും കമലഹാസനും. ഒരുപോലെ സമ്മേളിച്ച ഒരു ഇന്ത്യൻ സിനിമാക്കാരനുണ്ടെങ്കിൽ അത് കമലഹാസൻ തന്നെയാണ്. കവിതയുടെ താളം കിടക്കുന്നത് അതിൻ്റെ പാരായണത്തിലാണ്. കൂവലിൻ്റെ 10ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കട്ടെ. കൂവലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് 1000-നോട് അടുക്കുന്നു. ഇതിനെല്ലാം കാരണം മലയാളം സ്നേഹിക്കുന്ന, മലയാള കവിതകളെ സ്നേഹിക്കുന്ന, സിനിമാ ഗാനങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനമാണ്. അത് തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കണം. പക്ഷേ നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സർഗധനരായ കവികളോടും സംഗീതജ്ഞരോടും സാഹിത്യകാരന്മാരോടും സിനിമാക്കാരോടുമെല്ലാമാണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ 10ാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. ഇത് ഒരു കവിതാ ശില്പശാലയാണ്. ഇതിൻ്റെ രൂപകൽപ്പനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് K. ബാലചന്ദറാണ്. ഇതിൻ്റെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ണദാസനും MS വിശ്വനാഥനും. ശില്പശാലയിൽ അവതാരകരായി എത്തുന്നത് ശ്രീദേവിയും കമലഹാസനും. തുടങ്ങാം. சிப்பி இருக்குது, முத்தும் இருக்குது, திறந்து பார்க்க நேரம் இல்லடி ராஜாத்தி. சிந்தை இருக்குது, சந்தம் இருக்குது, கவிதை பாட நேரம் இல்லடி ராஜாத்தி. 1980-ൽ ഇറങ്ങിയ തമിഴ് സിനിമയാണ് വരുമയിൻ നിറം സികപ്പ്. അർത്ഥം വിശപ്പിൻ്റെ നിറം ചുവപ്പാണ് എന്നുള്ളതാണ്. ഇത് അന്നത്തെ തമിഴ് ചലച്ചിത്ര അവാർഡുകൾ കരസ്ഥമാക്കിയ ചിത്രമാണ്. മികച്ച സംവിധായകന് K. ബാലചന്ദറും മികച്ച നടനുള്ള അവാർഡ് കമലഹാസനും കിട്ടിയ ചിത്രമാണ്. ഇതിൻ്റെ ഇതിവൃത്തം തൊഴിലില്ലായ്മയും അഴിമതിയും എല്ലാം കൊണ്ട് അസ്വസ്ഥരാകുന്ന യുവത്വത്തിൻ്റെ ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അവരുടെ ഹോമിക്കപ്പെടുന്ന അവരുടെ അഭിരുചികളും അവരുടെ പ്രണയവും എല്ലാമാണ് ഇതിൻ്റെ ഇതിവൃത്തം. രംഗത്ത് കമലഹാസനും ശ്രീദേവിയുമാണ്. കമലഹാസൻ ഇതിൽ ഭാരതിയാർ കവിതകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന, അതിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കവി കൂടിയാണ്. ശ്രീദേവി ആകട്ടെ ഒരു വർക്കിംഗ് ക്ലാസ് യുവതിയാണ്. അവർ തമ്മിൽ ആരോഗ്യകരമായ ഫ്രണ്ട്ഷിപ്പുണ്ട്, അത് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. അത് ഒരു പ്രണയത്തിലേക്ക് പതുക്കെ വഴുതി വീഴുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഈ പാട്ടിൽ നമുക്ക് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ കവിതാ ശില്പശാലയുടെ ഭാഗത്തിലേക്ക് വരാം. ശ്രീദേവി ഒരു താളത്തിൻ്റെ ചൊൽക്കെട്ടുകളാണ് ശ്രീദേവി ഈ പാട്ടിലുടനീളം പറയുന്നത്. കമലഹാസനാകട്ടെ അതനുസരിച്ച് കവിത ചൊല്ലണം. ഇതൊരു മത്സരം എന്ന രീതിയിലാണ് പുരോഗമിക്കുന്നത്. അപ്പോൾ ശ്രീദേവി ചൊല്ലുന്നത് ഇങ്ങനെയാണ്: തന്തന തത്തന തെയ്യന തത്തന തന്തന താന താന തെയ്യന തന്താന. ഇതാണ് ശ്രീദേവിയുടെ ചൊൽക്കെട്ട്. അപ്പോൾ കമലഹാസൻ ചൊല്ലുന്നത് സിപ്പി ഇറുക്കത് മുത്തുമി ഇറുക്കത് തിറന്ന് പാർക്ക നേരമില്ലടി രാജാത്തി എന്നാണ്. சிப்பி இருக்குது, முத்தும் இருக்குது, திறந்து பார்க்க நேரம் இல்லடி ராஜாத்தி. சிந்தை இருக்குது, சந்தம் இருக்குது, கவிதை பாட நேரம் இல்லடி ராஜாத்தி. சிப்பி இருக்குது, முத்தும் இருக்குது, திறந்து பார்க்க நேரம் இல்லடி ராஜாத்தி. சிந்தை இருக்குது, சந்தம் இருக்குது, கவிதை பாட நேரம் இல்லடி ராஜாத்தி. எப்படி? ഇത് താളത്തിന്റെ ചൊൽക്കെട്ടിന്റെ രീതിയാണ്. തന്നന താന തെയ്യന്ന താന തക്ക തക്കിട്ട തക്ക ദിമ്മി, ഇതെല്ലാം താളത്തിന്റെ ചൊൽക്കെട്ട് രീതിയാണ്. അപ്പോൾ തന്തന എന്ന് പറയുമ്പോൾ അതിൽ ഒരു ദീർഘമില്ല, അതായത് ഒരു ഗുരുവില്ല. അപ്പോൾ നമുക്ക് അതിന് തന്തന തെയ്യന എന്ന് പറയുമ്പോൾ എവിടെയും ദീർഘിക്കാതെ സിപ്പി ഇറുക്കത് എന്ന് പറയണം. അതാണ് ഇതിൻ്റെ മത്സര രീതി. ഇതിനെ നമുക്ക് അക്കങ്ങളായിട്ട് പറയുകയാണെങ്കിൽ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 1 2 1 2 3 1 2 3 എന്ന് പറയാം. ഇനി ഇതിനെ എണ്ണമായിട്ട് പറയുകയാണെങ്കിൽ 3 3 3 3 3 2 2 3 3 എന്ന് പറയാമെന്നർത്ഥം. അപ്പോൾ 3 2 2 3 എന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഇതെവിടെയോ കേട്ട് മറന്ന പോലെ നമുക്ക് ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും. അതെ, നമ്മുടെ വൃത്തമഞ്ജരി തന്നെ. അപ്പോൾ കേകയിൽ 3 2 2 3 2 2 എഴുത്തുകൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കുന്നത് എന്തോ മലയാളത്തിലെ വ്യാകരണം എന്ന രീതിയിലാണ്.
സത്യത്തിൽ ഇത് കവിതകളുടെ ചുൽക്കെട്ട് എൻ്റെ ഒരു രീതിയാണ് വൃത്തമഞ്ജരിയിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. ആദ്യം നമുക്ക് ഈ പാട്ട് ഒന്ന് മുഴുവനായിട്ട് ആസ്വദിക്കാം. ഇതിൻ്റെ രണ്ടാം സ്റ്റാൻസയും കേൾക്കുക. சந்தங்கள் சங்கீதம் நானாவேன் சந்தங்கள் நீயானால் சங்கீதம் நானாவேன். ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിലുള്ള ഒരു ഫോർമാറ്റ് നമ്മുടെ ഇന്ത്യൻ കലകളുടെ ഒരു സവിശേഷ രീതിയാണ്. അത് മറ്റ് ഏതെങ്കിലും സംഗീത രൂപത്തിൽ അതുണ്ടോ എന്ന് സംശയമാണ്. കാരണം നമ്മുടെ സംഗീത മനോധർമ്മം തരത്തിലുള്ള സംഗീതമാണല്ലോ. ഇപ്പോൾ നമ്മുടെ ചില കലാരൂപങ്ങൾ എടുക്കുക, അക്ഷരശ്ലോകം, കാവ്യകേളി, ഇതൊക്കെ കലോത്സവ വേദികളിലെല്ലാം കുട്ടികൾ ആവിഷ്കരിക്കുന്നതാണ്. പല ആൾക്കാരും അവരുടെ കുടുംബ സരസ്സുകളിൽ തന്നെ ഈ കാവ്യകേളിയും അക്ഷരശ്ലോകങ്ങളൊക്കെ ചൊല്ലാറുണ്ട്. ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കിടന്നോ? ഹായ് പായിട്ടാ കിടക്ക്. ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ടൊരു താ ഇങ്ങോട്ട് ഇട്ടു കൊടുത്തു. അത്രയല്ലേ ഉള്ളൂ? താക്കി പിടിച്ചോളൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങു. നിർത്ത്. താക്കോൽ കൊടുക്കാതേന്ന് ചൊല്ലൂ. അതേലോ, താക്കോലെടുക്ക. പിന്നെ ഉണ്ണിത്താൻ എന്താ താക്കോലെടുക്കാതെ? എന്താ ഇത്? എടുത്തിട്ടില്ല, അത്ര തന്നെ. അപ്പം അത് ഒരു അക്ഷരം പിടിച്ച് വെറുതെ ആന്തരികമായി ചൊല്ലുന്ന രീതിയല്ല. അതിൻ്റെ താളം അനുസരിച്ച്, അതിൻ്റെ ആശയം അനുസരിച്ച് എല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ കാവ്യകളിലും അക്ഷരശ്ലോകത്തിലെല്ലാം ഉള്ളത്. ഇതിനേക്കാൾ എവിഡൻ്റാണ് നമ്മുടെ കർണാടക സംഗീതത്തിലെ തനിയാവർത്തനം എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ്. അതായത് ഒരു വാഗ്വേകാരൻ പാടിക്കഴിയുമ്പോൾ അദ്ദേഹം മേളക്കാർക്ക് വേണ്ടി ഒരു സ്പേസ് കൊടുക്കും. ആ സമയത്ത് മേളക്കാർ മനോധർമ്മ രീതിയിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന ഒരു സമയമാണ് തനിയാവർത്തനം. അത് മൃദംഗക്കാരനുണ്ട്, ഘടം വായിക്കുന്ന ആളുണ്ട്, മുഖർശംഖ് വായിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും അവരുടെ മനോധർമ്മം അവിടെ പ്രകടമാക്കുകയും പക്ഷേ അതൊരു മത്സരം, പക്ഷേ അതൊരു കല ആസ്വദിക്കാവുന്ന ഒരു മത്സരമായിട്ട്, ആരോഗ്യകരമായ മത്സരമായിട്ട് മാറുന്ന ഒരു ഫോർമാറ്റ് നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ തന്നെ കച്ചേരികളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യം കിടക്കുന്നത് ഒന്ന് ഇതിൻ്റെ ആൻറ്റിസിപ്പേഷനാണ്. ഇവരെല്ലാവരും ആ വേദിയിലാണ് ഒന്നിച്ചു ചേരുന്നതെങ്കിലും ഇവർക്കറിയാം ആ ആൾ വായിക്കുന്നത് എന്തായിരിക്കുമെന്ന്. അത് ആ ആൻറ്റിസിപ്പേഷൻ ഇവരുടെ ഭാവത്തിലുണ്ടാവും. കമൽഹാസൻ ഈ രംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് നമുക്കത് മനസ്സിലാവും. സന്തങ്ങൾ നീയാനാൽ സംഗീതം ഞാനാവേൻ എന്ന് പറയുന്ന ഭാഗത്ത് കമൽഹാസൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാം ആ ഒരു ആൻറ്റിസിപ്പേഷൻ. അടുത്ത വരി ഇതാണ് അതിൻ്റെ മാത്ര എന്ന് കമൽഹാസൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്നുള്ളത് ഇതിൻ്റെ പരസ്പര അപ്രിസിയേഷനും എൻജോയ്മെൻറ്റുമാണ്. അതായത് മത്സരം നടക്കുമ്പോൾ തന്നെ അത് ഒന്നിച്ച് കൂട്ടമായി അവർ പാടുന്ന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അവരത് പരസ്പരം എൻജോയ് ചെയ്യുകയും അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ഈ പാട്ടിൻ്റെ സ്റ്റാൻസിൽ നമുക്ക് കാണാവുന്നതാണ്. சிரிக்கும் சொர்க்கம் தங்கத்தட்டு எனக்கு மட்டும். ஓகே அப்ப
அப்படியா? தேவை பாவை பார்வை நினைக்க வைத்து நெஞ்சில் நின்று நெருங்கி வந்து பியூட்டிஃபுல். மயக்கம் தந்தது யார்? தமிழோ അമൃതോ കവിയോ? കമലഹാസൻ ആ മരത്തിൻ്റെ അടിയിലേക്ക് ആസ്വദിച്ച് പെരുമാറുന്നതും ശ്രീദേവിൻ്റെ അടുത്തേക്ക് വരുന്നതും ഭംഗിയായി എന്ന് പറയുന്ന പോലെയുള്ള ആംഗ്യം കാണിക്കുന്നതൊക്കെ അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതും ഈ കൊടുക്കൽ വാങ്ങൽ കലാരൂപത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് കമലഹാസനെ കുറിച്ചാണ്. ഇന്ത്യൻ കലാരൂപങ്ങൾ എന്ന് പറയുമ്പോൾ നാട്യം, പിന്നെ നൃത്തം, സംഗീതം, ഇതെല്ലാം നമ്മുടെ തനതായ സവിശേഷമായ കലാരൂപങ്ങളാണ്. നമ്മുടെ സിനിമകളിൽ ഇതെല്ലാം സമ്മേളിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള പുതിയ സിനിമകളിലെല്ലാം പാട്ടിനുമെല്ലാം വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ഇതൊന്നും നമ്മുടെ കലാരൂപങ്ങളിൽ നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്തവയാണ്. ഈ നടനവും നൃത്തവും സംഗീതവുമെല്ലാം ഇതെല്ലാം ഒരുപോലെ സമ്മേളിച്ച ഒരു ഇന്ത്യൻ സിനിമാക്കാരനുണ്ടെങ്കിൽ അത് കമലഹാസൻ തന്നെയാണ്. ഈ രംഗത്തും കമലഹാസനല്ലാതെ നമുക്ക് മറ്റാരെയും സങ്കല്പിക്കാൻ സാധിക്കില്ല. അതിൻ്റെ മൂന്നാം സ്റ്റാൻസിലെല്ലാം ആ ചുൽക്കെട്ടിനനുസരിച്ച് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതും അതനുസരിച്ച് ബോഡിയുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ വരുന്നതെല്ലാം കമലഹാസന് മാത്രം, കാരണം അദ്ദേഹത്തിന് സ്വാഭാവികമായി വഴങ്ങുന്ന ഒന്നായതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ കമലഹാസനെയും നമുക്ക് ആസ്വദിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഈ പാട്ട് കാണുവാൻ സാധിക്കില്ല. മഴയും വെയിലും എന്ന உன்னை கண்டால் மலரும் மொழும் என்ன அம்மடியோ ഹൃദയം നാടും അഴകിലാടും കൺകൾ. ഈ പാട്ടിൻ്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമലഹാസൻ്റെയും ശ്രീദേവിയുടെയും ഫ്രണ്ട്ഷിപ്പും മ്യൂച്വൽ റെസ്പെക്റ്റും എല്ലാം പതുക്കെ പ്രണയത്തിലേക്ക് വഴുതി മാറുന്നതായിട്ടാണ് ഈ പാട്ടിൻ്റെ അവസാനം ഭാഗത്തേക്ക് പോകുന്നത്. അത് നമുക്ക് അവസാനം കാണാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വൃത്തമഞ്ജരിനെ കുറിച്ചും ഈ കവിതാ ശില്പശാലയെക്കുറിച്ചും നമുക്ക് പറഞ്ഞു പോകാം. ഇപ്പോൾ നമ്മൾ കുട്ടികളൊന്നും നമ്മുടെ വ്യാകരണം പഠിക്കുന്നില്ല. വ്യാകരണം പഠിക്കുന്നുണ്ട്, വൃത്തമഞ്ജരി പഠിക്കുന്നില്ല വ്യാകരണത്തിൽ. കാരണം ഒരുപക്ഷെ അതുകൊണ്ട് ഉപയോഗമില്ല, അത് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, യാന്ത്രികമാണ് എന്ന് തോന്നിയതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പഠന സിലബസിൽ നിന്ന് മാറ്റിയതാണോ എന്നറിയില്ല. എന്തായാലും മറ്റൊരു സ്കൂൾ ഓഫ് തോട്ട് ഉള്ളത് ഈ വൃത്തമഞ്ജരി അശാസ്ത്രീയമാണ് എന്നുള്ളതാണ്. അതായത് കവികളുടെ സർഗപ്രതിഭയെ നമ്മളൊരു നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ കൊണ്ടുവന്ന് അതിന് പേരിടാൻ ശ്രമിച്ചതിൻ്റെ ഒരു പ്രതിസന്ധിയാണ് സത്യത്തിൽ നമ്മുടെ അക്കാഡമിഷ്യൻസ് നേരിട്ടത് എന്നുള്ളതാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട്. അങ്ങനെ കവിത എഴുതുന്ന ഒരു രീതികളെ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നും, സത്യത്തിൽ ഇതിൻ്റെ എല്ലാം തുടക്കമുള്ളത് ഒരു കവിതാ രീതിയുടെ തുടക്കം കിടക്കുന്നത്, അതിൻ്റെ പ്രതിഭ കിടക്കുന്നത് നമ്മുടെ താള സംസ്കാരത്തിലാണ് എന്നുള്ളതാണ്. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിരിനാൻ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. താളം, മേളം, ഇനി കർണാടക സംഗീതത്തിൻ്റെ തന്നെ അലങ്കാരങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഭാഗത്തെല്ലാം താളങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അവിടെയാണ് ഈ ചൊൽക്കെട്ടുകൾ, തക്കിട്ട, തക്കധിമി എന്നെല്ലാം പറയുന്ന ഗതികൾ എല്ലാം വരുന്നത്. അപ്പോൾ ആ താള സംസ്കാരത്തിലാണ് ഈ കവിതകൾ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഓരോ പേരിട്ട് ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ കാകളി, അതിൽ നമ്മൾ പറയുന്നു 5 അക്ഷരത്തിൻ്റെ മാത്രയാണ് 3ൻ്റെ ഗണത്തിൽ എന്ന് പറയുന്നു. നോക്കുമ്പോൾ ഒരു കവി അത് മാറ്റി 6 മാത്ര വരുന്നത് പോലെ എഴുതി കഴിയുമ്പോൾ നമ്മൾ പറയുന്നു അത് അങ്ങനെ കൂടുതൽ മാത്രം വന്നാൽ അത് ശ്ലതകാകളി അല്ലെങ്കിൽ വേറെ വല്ലതുമാണെന്ന് നമ്മൾ പേരിടുന്നു. ഇനി അതിൽ തന്നെ നമ്മൾ ഒരു 2 അക്ഷരം കുറച്ചുകൊണ്ടൊരു കവിത വന്നാലോ, അപ്പോൾ നമ്മൾ പറയുന്നു ശ്ലതകാകളി വൃത്തത്തിൽ 2 അക്ഷരം നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ജരിയാണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു പേരിടൽ പ്രക്രിയയിലൂടെ, പ്രതിസന്ധിയിലൂടെ നമ്മുടെ അക്കാഡമിഷ്യൻസ് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട്. പക്ഷേ നമ്മൾ കവിത ആസ്വദിക്കണമെങ്കിൽ, കാവ്യപ്രതിഫലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് കളരികളാണ്.
ഈ കളരികളിൽ ഇതുപോലെ താള സംസ്കാരത്തിൽ നിന്ന് കവിതയിലേക്ക് എത്തുന്ന ഒരു കളരികളിലൂടെയാണ് നമുക്ക് ഇത് രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ വളരെ പ്രസിദ്ധമായ ഒരു സിനിമാ ഗാനമുണ്ട്, വയലാർ ദേവരാജൻ ടീമിൻ്റെ ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ തേടി വരുന്നു വസന്ത പൗർണമിനി. ഇതിൽ ആകാശഗംഗയുടെ കരയിൽ 10 അക്ഷരമുണ്ട് ആദ്യത്തെ വരിയിൽ. രണ്ടാമത്തെ വരിയിലോ അശോകവനിയിൽ വെറും 6 അക്ഷരം. അപ്പോൾ ആദ്യത്തെ വരിയിൽ 10 അക്ഷരവും രണ്ടാമത്തെ വരിയിൽ 6 അക്ഷരവും ഉള്ളൂ. പക്ഷേ ദേവരാജൻ സംഗീതം കൊണ്ട് ഇത് രണ്ടിനെയും ആദ്യ താളത്തിലേക്ക്, ഒരേ മാത്രയിലേക്ക്, ചതുസ്ര ഗതിയിൽ വരുന്ന ഒരു ആദ്യ താളത്തിലേക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ചെയ്യുന്നത് അതിനെ സംഗീതാത്മകമായി ചെയ്യുകയാണ്. ആകാശഗംഗയുടെ കരയിൽ ഇൽ എന്നുള്ളത് നീട്ടിക്കൊണ്ട് അദ്ദേഹം അതിനെ താളത്തിലേക്ക് അതിനെ ഒതുക്കി കഴിഞ്ഞു. അശോകവനിൽ അവിടെ കുറച്ച് കൂടുതൽ നീട്ടിയെന്ന് മാത്രം. പക്ഷേ അതിന് യാതൊരു ഭംഗിക്കേടുമില്ല, കൂടുതൽ ഭംഗിയുണ്ട് താനും. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ആൻസിയിലും ദേവരാജ പാടിയിരിക്കുന്ന വെർഷനിൽ നമുക്ക് കാണാം. നമ്മൾ ഇത് തന്നെ ഓരോ വരികളിലും ഇതുപോലെ തന്നെ നമ്മൾ താളത്തിലേക്ക് ദേവരാജൻ അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു കവിതയുടെ താളം കിടക്കുന്നത് അതിൻ്റെ രചനയിലാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അല്ല എന്ന് പറയേണ്ടി വരും. കവിതയുടെ താളം കിടക്കുന്നത് അതിൻ്റെ പാരായണത്തിലാണ്, അതിൻ്റെ വായനയിലാണ്. ആ വായനയിലൂടെ ഏത് മാത്രമേ എഴുതിയാലും നമുക്ക് ആ പാരായണത്തിലൂടെ അതിൻ്റെ താളത്തെ നമുക്ക് ക്രമീകരിച്ചെടുക്കാൻ സാധിക്കും എന്നർത്ഥം. അതൊരു ദേവരാജനെ പോലുള്ള പ്രതിഭയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സാധിക്കും എന്നാണ് അർത്ഥം. പക്ഷേ ഞാൻ ഇതൊരു കവിതാ ശില്പശാലയിൽ മാത്രം ഒതുക്കാനല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് ആ വരുമൈ നിറസികപ്പ് എന്ന ആ ഗാനത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള റൊമാൻറ്റിക് ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കമലഹാസൻ്റെയും ശ്രീദേവിയുടെയും ഫ്രണ്ട്ഷിപ്പ്, അവരുടെ മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ ഒരു രീതി എന്ന രീതിയിലാണ് ഈ പാട്ട് തുടങ്ങുന്നതെങ്കിലും അത് പതുക്കെ വഴുതി വീണ് അത് ഒരു പ്രണയത്തിലേക്ക് നീങ്ങുന്ന അതിമനോഹരമായ അവസാന ഭാഗം കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. கவிதை உலகம் கெஞ்சும் உன்னை கண்டால் கவிஞர் இதயம் கொஞ்சும் கொடுத்த சந்தங்களில் என் மனதை நீ அறிய நான் உரைத்தேன். கொடுத்த சந்தங்களில் என் மனதை நீ அறிய நான் உரைத்தேன். திறந்து பார்க்க நேரம் வந்தது இப்போது. சிந்தை இருக்குது, சந்தம் இருக்குது, கவிதை பாடி கலந்திருப்பது இப்போது. சிப்பி இருக்குது, முத்தம் இருக்குது, திறந்து பார்க்க நேரம் வந்தது இப்போது. சிந்தை இருக்குது, சந்தம் இருக்குது, கவிதை பாடி கலந்திருப்பது எப்போது.